ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലീഗൽ മെട്രോളജി കഴിഞ്ഞ ലീഗൽ മെട്രോളജി പരീക്ഷയിൽ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഈ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത പാർട്ടിക്കിൾ ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്വാണ്ടം കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പ്രിൻസിപ്പിൾ ഇതാണ്: നോ ടു ഇലക്ട്രോൺസ് ഹാവ് ഓൾ സെയിം സെറ്റ് ഓഫ് ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനിയും ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, എന്നാലും വളരെ പ്രധാനമായിട്ട് നമ്മൾ ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊത്തം 7 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ഈ 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇത് ഏതൊരു 2 ഇലക്ട്രോണും ഇത് സെയിം ആയിട്ട് വരില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്നിലെങ്കിലും വ്യത്യാസം കാണും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിൽ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ അഡ്രസ് ആണ് എന്ന് നമുക്ക് ജനറലി പറയാം. അതായത് ഇലക്ട്രോൺസ് എവിടെയാണുള്ളത്, ആദ്യത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇലക്ട്രോൺ ഇരിക്കുന്ന മെയിൻ എനർജി ലെവൽ പറഞ്ഞു തരും. രണ്ടാമത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അതിരിക്കുന്ന സബ് എനർജി ലെവൽ പറഞ്ഞു തരും. മൂന്നാമത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആ സബ് എനർജി ലെവലിൽ തന്നെ ആ ഇലക്ട്രോൺ ഏത് ഓറിയന്റേഷനിലാണുള്ളത് എന്ന് പറഞ്ഞു തരും. നാലാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ ആ ഇലക്ട്രോണിന്റെ സ്പിൻ ഏത് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ഒരേ ഓർബിറ്റലിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോണുകൾ, ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോണിനെയാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഓർബിറ്റലിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോൺ തമ്മിൽ അതിന്റെ സ്പിന്നിലെങ്കിലും വ്യത്യാസം കാണും. ആൻഡ് ആ സ്പിന്നിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? n ഈസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് ആൻഡ് n ഈസ് ഈക്വൽ ടു മൈനസ് s ഈസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് ആൻഡ് s ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ്. ഇങ്ങനെയാണ് ആ സ്പിന്നിനെ നമ്മൾ സൂചിപ്പിക്കുക, പ്ലസ് ഹാഫ് ആയിട്ടും മൈനസ് ഹാഫ് ആയിട്ടും. ഓക്കെ, അപ്പോൾ ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ശരിക്കും ഒബേ ചെയ്യുന്നത് ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണ്. ഈ ഒരു സ്പിൻ ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആണെന്ന്, പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. ഇതൊരു ഹാഫ് ഇൻറ്റിജർ സ്പിൻ അല്ലേ? ഇത്തരത്തിലെ ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫെർമയോൺസ് എന്താണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ഫെർമയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തില് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവര് എല്ലാവരും ഫെർമയോൺസ് ആണ്. പക്ഷേ ഫോട്ടോൺ ഒരു ഫെർമയോൺ അല്ല. ഫോട്ടോൺ എന്ന് പറയുമ്പോൾ അത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലും മറ്റും നമ്മൾ പഠിക്കുന്ന, അതും ക്വാണ്ടൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് E is equal to h nu. ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാക്കറ്റ് ഓഫ് എനർജി. ഈ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് നമുക്ക് ഏതൊരു റേഡിയേഷനിലും എനർജി ഫ്ലോ നടക്കുന്നത് ഈ ഒരു പാക്കറ്റ് ഫോമിലാണ്. ആ ഒരു പാക്കറ്റിന്റെ എനർജി h nuവിനെ വിളിക്കുന്ന പേരാണ് ഒരു ഫോട്ടോൺ. ഓക്കെ, അപ്പോൾ ഫോട്ടോൺ ഒരു ഫെർമയോൺ അല്ല. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഫോട്ടോൺ ആണ് ഇതിന്റെ ഉത്തരം. ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് റോംബോഹീഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റം? നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ആ ക്രിസ്റ്റൽ സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. ഓർത്തോഹീഡ്രൽ ഉണ്ട്, റോംബോഹീഡ്രൽ ഉണ്ട്, സിമ്പിൾ ക്യൂബിക് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതിൽ റോംബോഹീഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രയാഗണൽ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെന്റ് ഏതൊക്കെയാണ്? അതിൽ സിലിക്കൺ, ആർസനിക്കിന്റെ ഒരു സൾഫൈഡ് തന്നിട്ടുണ്ട്, അതുപോലെ കൊബാൾട്ട് തന്നിട്ടുണ്ട്, ആന്റിമണി തന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആന്റിമണിയാണ്. കാരണം റോംബോഹീഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ആന്റിമണി, ബിസ്മത്തീൻ പോലുള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അധികം ആലോചിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ആന്റിമണി, ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 വെലോസിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. RMS വെലോസിറ്റി അഥവാ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. RMS വെലോസിറ്റി, അതുപോലെ ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഈ 3 വെലോസിറ്റികൾ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിക്കുന്ന സമയത്ത് ഈ 3 വെലോസിറ്റികൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഈ 3 വെലോസിറ്റികളും കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി അത് നടുക്ക് തന്നെയാണ് വരുന്നത്. RMS വെലോസിറ്റിയാണ് ഹയസ്റ്റ് വാല്യൂ.
ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് ലീസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ആവറേജ് വാല്യൂ ഇതിന്റെ മിഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് അപ്പോൾ RMS വാല്യൂ ഏറ്റവും മാക്സിമം വരും, ആവറേജ് രണ്ടാമത് വരും, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഏറ്റവും ലീസ്റ്റ് വാല്യൂ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഉള്ളൂ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് 1 മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ. അപ്പൊ സോഡിയം കാർബണേറ്റ് സൊല്യൂഷന്റെ നോർമാലിറ്റി എത്ര? ഓക്കെ, 1 മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷന്റെ നോർമാലിറ്റി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നോർമാലിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നോർമാലിറ്റി നമ്മുടെ കോൺസെൻട്രേഷൻ ടേമിൽ വളരെ പ്രധാനപ്പെട്ട ടേമാണ് നോർമാലിറ്റി. ആസിഡ് ബേസ് ടൈട്രേഷൻ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോർമാലിറ്റി വെച്ചിട്ടാണ് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ മൊളാരിറ്റി തന്നിട്ട് അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നോർമാലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3 ഇതാണ് തന്നിരിക്കുന്നത്, സോഡിയം കാർബണേറ്റ്. അപ്പൊ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള ആസിഡ് ഏതാ? സോഡിയം കാർബണേറ്റിലുള്ള ആസിഡ് എന്ന് പറയുന്നത് H2CO3 കാർബോണിക് ആസിഡ് ആണ്. ഇറ്റ്സ് എ വീക്ക് ആസിഡ്. കാർബോണിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. ഓക്കെ, അടുത്തത് ഇതിലുള്ള ബേസ് നോക്കാം. ബേസ് നോക്കുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ ഒരു സ്ട്രോങ് ബേസും ഒരു വീക്ക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന ഈ ഒരു സോൾട്ട്, സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സോൾട്ട് ഒരു ബേസിക് സോൾട്ട് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സോൾട്ടിന് എന്ത് പ്രോപ്പർട്ടിയാണുള്ളത്? ബേസിക് പ്രോപ്പർട്ടിയാണുള്ളത്. ഇത്തരത്തിൽ ഒരു ബേസിന്റെ, അപ്പോൾ നമുക്ക് തൽക്കാലം സോഡിയം കാർബണേറ്റിന് ഒരു ബേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നോർമാലിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വേണം? സോഡിയം കാർബണേറ്റിന്റെ ഈക്വലന്റ് വെയിറ്റ് വേണം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ, നമുക്ക് ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഉത്തരത്തിൽ വളരെ എളുപ്പം എത്തിച്ചേരാൻ പറ്റിയാൽ നമുക്ക് അത്രയും അത് കിട്ടാനുള്ള ചാൻസ് കൂടും, നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള ചാൻസ് കൂടും. അപ്പോൾ അത്തരത്തിലൊരു ട്രിക്ക് ഉണ്ട്. ബേസിന്റെയും ആസിഡിന്റെയും നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കോഴ്സിന്റെ സമയത്തും നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ബേസിൻ ആസിഡിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ അതിന്റെ മൊളാരിറ്റിയോടൊപ്പം 1 മോളാർ എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ളത് അതിന്റെ മൊളാരിറ്റിയാണ്. ആ മൊളാരിറ്റിയുടെ വാല്യൂവിനൊപ്പം നമ്മൾ അതിന്റെ ബേസിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഒരു ആസിഡിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഇവിടെ Na2CO3 ബേസിക് ആണ്, അതൊരു ബേസിക് സോൾട്ട് ആണ്. ബേസിക് സോൾട്ട് ആവുന്നതിന് കാരണവും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു ബേസിക് സോൾട്ട് വരുന്ന സമയത്ത് അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ബേസിക് സോൾട്ടിന്റെ മൊളാരിറ്റി 1 മോളാർ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതിന്റെ എത്ര H+ അയോൺസിനെ, അതായത് അതിന്റെ അസിഡിസിറ്റി കൊണ്ട് എത്ര H+ അയോൺസിനെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ H+ അയോൺസിന്റെ എണ്ണം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ Na2CO3 ആണ്. Na2CO3 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് 2 H+ അയോൺസ്. ഇതിന് 2 H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം കാർബണേറ്റിന്റെ വാലൻസി അല്ലെങ്കിൽ ആ ഒരു വീക്ക് ആസിഡിന്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇതിന് 2 H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആൻസർ, ദിസ് മൊളാരിറ്റി ഇൻറ്റു 2 ഓക്കെ ഈക്വൽ ടു 2 നോർമൽ. അപ്പോൾ ഇതിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 × 2 2 നോർമൽ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ സി. ഓക്കെ, 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രാഗ്സ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് ഡി ഇൻ ബ്രാഗ്സ് ഇക്വേഷൻ? ബ്രാഗ്സ് ഇക്വേഷനിൽ ഡി എത്രയാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഗ്സ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബ്രാഗ്സ് ഇക്വേഷൻ എന്താ? n λ = 2d sin θ എന്നാണ് ബ്രാഗ്സ് ഇക്വേഷൻ വരിക. ഓക്കെ, അതിൽ ഈ ഡി ആണ് എന്ത്? ആ ഒരു ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ്, ആ രണ്ട് ചെറിയ സ്ലിറ്റുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ഡി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രാഗ്സ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഈ എക്സ്റേയുടെ വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് വെച്ചിട്ടാണ് നമ്മൾ ആ ബ്രാഗ്സ് ഇക്വേഷൻ നമ്മൾ അത് ഡിഫൈൻ ചെയ്ത് വന്നത്. അപ്പോൾ ഈ എക്സ്റേസിന്റെ വേവ് ലെങ്ത് അത് സാധാരണയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒന്നുകിൽ ആങ്സ്ട്രോം അല്ലെങ്കിൽ നാനോമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഒന്നുകിൽ ആങ്സ്ട്രത്തിൽ എക്സ്പ്രസ് ചെയ്യും അല്ലെങ്കിൽ നാനോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ n λ = 2d sin θ ആണ്. അപ്പോൾ ഇവിടെ
മറ്റ് ആങ്സ്ട്രത്തിലോ നാനോമീറ്ററിലോ ഒന്നും നമ്മൾ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റ് ക്വാണ്ടിറ്റീസ് ഒന്നും നമുക്കിവിടെ ഇല്ല. ആകെ ലാംഡയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പൊ ലാംഡ ആങ്സ്ട്രത്തിൽ അല്ലെങ്കിൽ നാനോമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിയും എന്തിൽ തന്നെയായിരിക്കും എക്സ്പ്രസ് ചെയ്യേണ്ടത്? അതേ യൂണിറ്റിൽ തന്നെ ആയിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്. കാരണം n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ. അതൊരു ഇൻറ്റിജർ വാല്യൂ അല്ലേ? യെസ്. അതുപോലെ സൈൻ തീറ്റ, അപ്പോൾ തീറ്റ അതൊരു ആ ആംഗിൾ ആണ് തീറ്റ. പിന്നെ 2 അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതൊന്നും ഈ എന്നോ അല്ലെങ്കിൽ തീറ്റയോ ഡിയോ ഒന്നും എന്തല്ല, നാനോമീറ്ററിലോ ആങ്സ്ട്രത്തിലോ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം എന്തായിട്ട് കിട്ടും? നാനോമീറ്റർ എന്ന് തന്നെ കിട്ടും. കാരണം ലാംഡ നാനോമീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിയും നാനോമീറ്ററിൽ തന്നെ ആയിരിക്കണം എക്സ്പ്രസ് ചെയ്യാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ബി നാനോമീറ്റർ എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിഫൈ ദ സിസ്റ്റം വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ, ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് റോൾസ് ലോ. അതിന്റെ സോല്യൂബിലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലോയാണ് റോൾസ് ലോ. അപ്പൊ റോൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ റോൾസ് ലോ നമ്മൾ ആദ്യം എങ്ങനെയാ പഠിച്ചത്? ആദ്യം നമ്മളൊരു ഐഡിയൽ സൊല്യൂഷന്, ബൈനറി ആയിട്ടുള്ള ഒരു ഐഡിയൽ സൊല്യൂഷന് നമ്മൾ എന്ത് ചെയ്യും? റോൾസ് ലോ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ സാധാരണ സൊല്യൂഷൻസ് ഒന്നും ഐഡിയൽ അല്ല. നമുക്ക് പരിചയമുള്ള ഒരുവിധം സൊല്യൂഷൻസ് ഒന്നും ഐഡിയൽ അല്ല. കാരണം ഈ ഐഡിയൽ ബിഹേവിയറിൽ നിന്നും അതിനൊരു വ്യത്യാസം സംഭവിക്കാനായിട്ട് കാരണം ദർ ഈസ് ഓൾവേസ് ആൻ ഇൻട്രാക്ഷൻ. അവിടെ തീർച്ചയായിട്ടും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. എന്ത് ഇൻട്രാക്ഷൻ ഉണ്ടാവും? നമുക്ക് ആ സൊല്യൂഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് എ ബൈനറി സൊല്യൂഷൻ, ഒരു ബൈനറി സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ബൈനറി സൊല്യൂഷൻ എന്ത് ചെയ്യും? സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇൻട്രാക്ഷനെ തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്യും, ഈ റോൾസ് ലോ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻട്രാക്ഷൻ ചിലപ്പോൾ അത് മേ ബി അതൊരു ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് സൊല്യൂട്ടും സോൾവെന്റും പാർട്ടിക്കിൾ തമ്മിൽ വരും. അപ്പൊ ഈ ഇൻട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും? ഈ ഇൻട്രാക്ഷൻ കാരണം അവിടെ ഒരു വ്യത്യാസം വരും. ഈ റോൾസ് ലോയിൽ ഒരു വ്യത്യാസം അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോ സൊല്യൂട്ട് എ സൊല്യൂട്ട് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എ എന്നെടുക്കാം. സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബി എന്നെടുക്കാം. ഇനി സൊല്യൂട്ടും സോൾവെന്റ് അതൊരു സൊല്യൂഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക് ബി ആയിട്ട് എടുക്കാം. സോ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷൻ ഏകദേശം സിമിലർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഒന്നും കൂടെ, ഈ രണ്ട് ഇൻട്രാക്ഷൻ, അതായത് സൊല്യൂട്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും സോൾവെന്റ് മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷനും അതുപോലെ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷനും സിമിലർ ആണെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ആ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് റോൾസ് ലോ ഒബേ ചെയ്യുന്നത്. പക്ഷേ സാധാരണ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവിടെ ചില ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് വരും. ആ ഇൻട്രാക്ഷൻസ് കാരണം ഇതിൽ ചിലപ്പോൾ ഒരു ബിഹേവിയറിൽ വ്യത്യാസം വരും. അത്തരത്തിൽ റോൾസ് ലോയിൽ നിന്ന് ചില സൊല്യൂഷൻസ് ചിലപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും, അല്ലെങ്കിൽ ചില സൊല്യൂഷൻസ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആ പോസിറ്റീവ് ഡീവിയേഷനെയും നെഗറ്റീവ് ഡീവിയേഷനെയും ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തത് ക്ലോറോഫോമും അസറ്റോണുമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോറോഫോമും അസറ്റോണുമാണ്. അപ്പോൾ ഈ ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് നിലനിൽക്കുന്നുണ്ട്. ക്ലോറോഫോം അസറ്റോൺ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ്? അതിൽ കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അടുത്തത് വാട്ടർ ആൻഡ് HCl. അപ്പോൾ വാട്ടറും HClഉം തമ്മിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും മറ്റ് പല ഇൻട്രാക്ഷൻസും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് വാട്ടറും HClഉം തമ്മിലുള്ളത്. അപ്പോൾ അവരും കാണിക്കുന്നത് വളരെ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ് സോൾവെന്റ് സൊല്യൂട്ട് മോളിക്യൂൾസ് തമ്മിലുള്ളതെങ്കിൽ അവിടെയും കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. മൂന്നാമത്തത് എഥനോൾ ആൻഡ് 2-പ്രൊപ്പനോൾ. ഈ ഒരു ഇതാണ് മൂന്നാമത്തെ ഇത് വരുന്നത്, എഥനോളും 2-പ്രൊപ്പനോളും. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ട്സും ആൽക്കഹോൾ ആണ്. രണ്ട് കോമ്പൗണ്ട്സും ആൽക്കഹോൾ ആണെന്ന് മാത്രമല്ല അത് ഒന്ന് എഥനോൾ, മറ്റൊന്ന് പ്രൊപ്പനോൾ. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് എഥനോളും പ്രൊപ്പനോളും തമ്മിലുള്ളത്. ഓക്കെ, ഇവർ കാരണം ഇതിൽ രണ്ടിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, രണ്ടുപേരും ആൽക്കഹോൾ ആണ്. പിന്നെ കാർബണിന്റെ എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസമില്ല. ഓക്കെ, എഥനോളിൽ 2 കാർബൺ, പ്രൊപ്പനോളിൽ 3 കാർബൺ. അപ്പോൾ അങ്ങനെ കാർബണിന്റെ എണ്ണത്തിൽ വലിയ ലാർജ് ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിയർലി ഒരു സിമിലർ ഇൻട്രാക്ഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ്.
ഓക്കെ, അപ്പോൾ ഇതിലൊന്നും പെടാത്ത ആളാരാണ്? എഥനോളും ബെൻസീനുമാണ്. എഥനോളും ബെൻസീനും തമ്മിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് ഇവർ കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ സൊല്യൂട്ടും സോൾവെന്റും മോളിക്യൂൾസ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. സിമിലർ ഇന്ററാക്ഷൻ ആണെങ്കിൽ അത് സൊല്യൂഷൻ നിയർലി ഐഡിയൽ ആയിരിക്കും. ആൻഡ് വളരെ വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അതായത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണെങ്കിൽ റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 56-ാമത്തെ ചോദ്യം. 56-ാമത്തെ ചോദ്യം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following is the cause of increase of molar conductance with dilution in case of strong electrolytes? Strong electrolytes മോളാർ കണ്ടക്ടൻസിൽ വരുന്ന ഇൻക്രീസിന് കാരണം ഇതിൽ ഏത് ഇഫക്റ്റ് ആണെന്ന് നമുക്ക് ഓപ്ഷൻ ആയിട്ട് പെറോക്സൈഡ് ഇഫക്റ്റ്, വെയിൻ ഇഫക്റ്റ്, കാഷ് ഇഫക്റ്റ്, അസിമെട്രിക് ഇഫക്റ്റ്, ഇത്രയും നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അസിമെട്രിക് ഇഫക്റ്റ് ആണ്. കാരണം ഈ ഒരു സൊല്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ്, ഒരു ഇലക്ട്രോലൈറ്റ് അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കുമ്പോഴോ അക്വ സൊല്യൂഷൻ ആയിരിക്കുമ്പോഴോ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, എങ്കിലാണ് അതിനെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അതിന്റെ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ അതിനു മുമ്പ് ഇലക്ട്രോലൈറ്റിൽ എന്താണ് കണ്ടക്ടൻസിന് കാരണമാകുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിലെ കണ്ടക്ടൻസിന് കാരണം തീർച്ചയായിട്ടും അതിനകത്തുള്ള മൊബൈൽ അയോൺസ് ആണ്. അങ്ങനെ തന്നെ പറയണം, അതിനകത്തുള്ള മൊബൈൽ അയോൺസ് ആണ്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന അയോൺസ്. അതുകൊണ്ടാണ് മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റ് എന്ന് അവിടെ എടുത്തു പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റിൽ മാത്രമേ അയോൺസിന് മൊബിലിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള മൊബൈൽ അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇപ്പോൾ എ ബി ഇതാണ് ആ ഇലക്ട്രോലൈറ്റ് എന്ന് വിചാരിക്കുക. എയും ബിയും സിമിലർ അല്ല. എയും ബിയും തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അവർ സിമിലർ അല്ലാത്ത ഈ ബോണ്ടിന്റെ ഇരുവശങ്ങളിലും രണ്ട് കണ്ടീഷൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നത് A+ എന്നും B- എന്നുമുള്ള കാറ്റിയോണും ആനയോണും ആയിട്ടായിരിക്കും റെസ്പെക്റ്റീവ്ലി ഇവർ സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ ഈ കാറ്റിയോണിന്റെ ആനയോൺസിന്റെ മൊബിലിറ്റിയാണ് എന്തിന് കാരണം? മോളാർ കണ്ടക്ടൻസിന് കാരണം. ഓക്കെ, ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് മിക്കതും അസിമെട്രിക് ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഡിസോസിയേഷൻസ് വേഗം നടക്കും. ഓക്കെ, ഈ ഡിസോസിയേഷൻ വേഗം നടക്കും. മാത്രമല്ല അവരുടെ കാറ്റോണിക് സൈസ് ഒക്കെ ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് മൊബിലിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ അതിനെ പറ്റിയാണ് അസിമെട്രിക് ഇഫക്റ്റ് പറയുന്നത്. ഓക്കെ, ബോണ്ടിന്റെ ഇരുവശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതെങ്ങനെ മോളാർ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് സിമെട്രിക് ഇഫക്റ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി, സിമെട്രിക് ഇഫക്റ്റ് ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ 56-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത 57-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ് ഓഫ് എ യൂണിറ്റ് സെൽ ഓഫ് എ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം? അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റം, നമ്മൾ പല ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത, അതിന്റെ ഒരു ഫേസ് ഞാൻ വരയ്ക്കാം. 3D ആയിട്ട് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഈ ഒരു ഫേസിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ ഒരു ഫേസ് ഇങ്ങനെ ആയിരിക്കുക. ആ ഒരു ഫേസിന്റെ ഒരു സൈഡിൽ ഇതാ ഒരു ആറ്റം ഉണ്ട്. അതിന്റെ മറ്റൊരു എഡ്ജിൽ ആ എഡ്ജിനെ സെന്റർ ആക്കിക്കൊണ്ട് വേറൊരു ആറ്റം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ ദാ ഇങ്ങനെയാണ് അതിരിക്കുക. ക്ലിയർ ആയല്ലോ. അപ്പൊ ഞാൻ ഈ സർക്കിൾ ആയിട്ട് വരച്ചിരിക്കുന്ന രണ്ട് ആൾക്കാരും രണ്ട് ആറ്റങ്ങളാണ്. അപ്പൊ ഇത് അതിന്റെ റേഡിയസ് ആവും. ഓക്കെ, ഇത് അതിന്റെ റേഡിയസ് ആണ്. ഇതും ആറാണ്, ഇതും ആറാണ്. ഇത് രണ്ടും അതിന്റെ റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റം. ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ ഇത്തരത്തിലാണ് 4 എഡ്ജിലും. സിമ്പിൾ ക്യൂബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ 8 എഡ്ജുകളിലും എന്താണ്? ഓരോ ആറ്റങ്ങൾ ഉണ്ടാവും. അതിന് സെന്റേർഡ് ആയിട്ടുള്ള ഓരോ ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിന്റെ 1/8 പാർട്ടാണ് ഒരു എഡ്ജിൽ ഉണ്ടാവുക. നമുക്ക് തൽക്കാലം അതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഈ ഒരു ഫേസ് മാത്രം മതി. അപ്പൊ സപ്പോസ് എഡ്ജ് ലെങ്ത് നമുക്ക് A ആയിട്ട് എടുത്താലോ? ഓക്കെ, എഡ്ജ് ലെങ്ത് നമുക്ക് തൽക്കാലം A ആയിട്ട് എടുക്കാം. അപ്പോൾ എഡ്ജ് ലെങ്ത് A ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് A = 2R എന്ന് എഴുതാം. ഓക്കെ, A = 2R. അപ്പൊ R = എന്തെന്ന് വരും? A/2 എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. R = A/2. സിമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ക്യൂബിക്സ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സിൽ നിന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന, യൂണിറ്റ് സെല്ലും അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിക്വിഡ് ഹാസ് ദ ഹയസ്റ്റ് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? ഇതിൽ മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഏറ്റവും കൂടിയത് ഏതിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. തൽക്കാലം എത്തനോളിനെയും ഈതറിനെയും നമുക്ക് ഈ ഇതിൽ നിന്ന് ആദ്യം തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു 50-50 കിട്ടിയ പോലെയാണ്. ഓക്കെ, കാരണം എഥനോളും ഈതറും ഇതിന്റെ രണ്ടിനകത്തും ഉള്ളത് വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എഥനോളിനകത്തായാലും ഈതറിനകത്തായാലും വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള രണ്ടുപേര്, ഒരാൾ വാട്ടറും ഒരാൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡുമാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആദ്യം പറയാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതൽ ചിലപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിനായിരിക്കും. കാരണം ഫ്ലൂറിനാണ് HF ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, Fഉം Hഉം തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോണ്ടിനെ എല്ലാം അതായത് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ്? വേപ്പറൈസേഷന് നടക്കണമെങ്കിൽ, ഈ HFന് വേപ്പറൈസേഷൻ നടക്കണമെങ്കിൽ ആദ്യം ഇതിനിടയ്ക്കുള്ള എല്ലാ ഇന്ററാക്ഷനും പൊട്ടിച്ച് കളയണം. അതായത് എല്ലാ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പൊട്ടിച്ച് കളഞ്ഞാൽ ഇതിന് വേപ്പർ ആവുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ആളാണ് HF എന്ന് പറയുന്നത്. HFന് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും എന്താണ്, HF ആയിരിക്കും ആൻസർ എന്ന്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ വാട്ടറിന്റെ കേസ് എടുത്ത് നോക്കാം. വാട്ടറിന്റെ സ്ട്രക്ചർ ഇതാണ്. സെന്ററിൽ O ഉണ്ട്, അതിന്റെ ഇരുവശങ്ങളിലായിട്ട് ഒരു ബെൻഡ് ഷേപ്പിൽ H ഉണ്ട്. ഇനി രണ്ട് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈച്ച് വാട്ടർ മോളിക്യൂൾ ക്യാൻ ഫോം 4 ഇന്ററാക്ഷൻസ്. കാരണം വാട്ടർ മോളിക്യൂളിന് ലോൺ പെയർ ഉൾപ്പെടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു 3D സ്ട്രക്ചർ ആണ്, ഒരു 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? വാട്ടറിന് പറ്റും. കാരണം ആ രണ്ട് ലോൺ പെയർ വെച്ചിട്ടും അതിന് മറ്റ് ആറ്റങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പ്ലസ് ഈ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾ ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഇത്തരത്തിൽ ചാർജ് സെപ്പറേഷൻ വരുന്നത് വഴി ഈ ചാർജ് സെപ്പറേഷനിലൂടെ ഈ രണ്ട് ഹൈഡ്രജൻ വെച്ചിട്ടും അവർക്ക് അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്തരത്തിൽ ഒരു എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് നെറ്റ്വർക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് വാട്ടറിലുള്ളത്. ഓക്കെ, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് നെറ്റ്വർക്ക് ആണ് വാട്ടറിലുള്ളത്. പക്ഷേ HF എന്ന് പറഞ്ഞാൽ എന്താണ്? HF 3D അല്ല, 2D ആണ്. ഓക്കെ, ഒരു ഫ്ലൂറിൻ അടുത്ത Hമായിട്ട് ഇത് ചെയ്യുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെയാണ്, പക്ഷെ അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് നെറ്റ്വർക്ക് കാണിക്കുന്ന ആരാണ്? വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം 58ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി പറയാം. ഓപ്ഷൻ സി വാട്ടർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 10⁻⁻6 മോളാർ NaOH സൊല്യൂഷൻ ഈസ് ഡൈല്യൂട്ടഡ് ടു 100 ടൈംസ്. ദെൻ ദ pH ഓഫ് ദ ഡൈല്യൂട്ടഡ് ബേസ്. ഈ ഡൈല്യൂട്ട് ചെയ്ത ബേസിന്റെ pH എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൽ OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ, പ്യുവർ വാട്ടർ ആണ് ചേർക്കുന്നതെങ്കിൽ അതിനകത്ത് OH- കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും ഒരു 10⁻⁷ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് NaOHന്റെ കാര്യം എടുക്കാം. NaOHന്റെ കാര്യം എടുക്കുമ്പോൾ NaOH സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Na+ഉം OH- ആയിട്ടാണ്. അതായത് ഒരു NaOH സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു Na+ അയോൺ ഉണ്ടാവും, ഒരു OH- ഉണ്ടാവും. ഓക്കെ, അതായത് NaOHന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അതേ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും അതിലെ OH- അയോണിന്റെ കോൺസെൻട്രേഷനും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഈ പോയിന്റ് നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ഇനി നമുക്ക് NaOHന്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ, ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്ക് NaOHന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് 10⁻⁻6 മോളാർ ആണ്. ഓക്കെ, അപ്പൊ ഈ 10⁻⁻6 മോളാറിനെ 100 ടൈംസ് ആണ് ഡൈല്യൂട്ട് ചെയ്തത്. 100 ടൈംസ് എന്ന് പറയുമ്പോൾ 10⁻² ടൈംസ്. അപ്പൊ 10⁻² ടൈംസ് അതിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കോൺസെൻട്രേഷൻ വീണ്ടും കുറയും. ഓക്കെ, OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ പെർ വോളിയം വീണ്ടും കുറയും. പെർ വോളിയം വീണ്ടും കുറഞ്ഞിട്ട് അത് എത്രയാവും? ആ കോൺസെൻട്രേഷൻ ഒരു 10⁻⁻8 മോളാറിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ, അതായത് NaOHന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് OH-നും. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയത്. ഓക്കെ, സോ ദ കോൺസെൻട്രേഷൻ വാല്യൂ ഇസ് ബിറ്റ്വീൻ 10⁻⁷ ആൻഡ് 10⁻8. ഏകദേശം ഈ ഒരു റീജിയനിലാണ് ഈ വാല്യൂ വരുന്നത്. ഇനി pH എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? pH is equal to minus log concentration of H plus or concentration of OH minus ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് OH minus എടുക്കുന്നത് POHന്റെ കേസിലാണ്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10⁻⁷നും 10⁻⁸നും ഇടയ്ക്കാണ് OH മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 7നും 8നും ഇടയ്ക്കുള്ള സൊല്യൂഷൻ വിൽ ബി സ്ലൈറ്റ്ലി ആൽക്കലൈൻ, ചെറുതായിട്ട് ഒരു ആൽക്കലൈൻ സ്വഭാവം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമുക്ക് NaOH എന്ന് പറയുമ്പോഴേ എന്താണ്, അതൊരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. അതിൽ 10⁻⁻6 മോളാർ എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും അതിന്റെ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. അതിനെ വീണ്ടും 100 ടൈംസ് വീണ്ടും ഡൈല്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താവും, അതൊരിക്കലും ആസിഡ് റേഞ്ചിലേക്ക് വരത്തില്ല, അതപ്പോഴും ആൽക്കലൈൻ തന്നെ ആയിരിക്കും, എന്നാലും അതൊരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എന്താണ്, ആസിഡ് റീജിയനിലുള്ള പി എച്ചുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഓപ്ഷൻ സി 10നും 11നും ഇടയ്ക്കായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കലിയുടെ പി എച്ച് ആണ്. ഇവിടെ അത്രയൊന്നും വരത്തില്ല, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആൽക്കലൈൻ പി എച്ച് ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ഡി ബിറ്റ്വീൻ 7 and 8 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്? അപ്പോൾ ഇതിൽ ഏത് പാരാമീറ്റർ ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വോളിയം വെച്ചിട്ടോ ആണ് ഈ കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്പർ ഓഫ് മോൾസ് ടെമ്പറേച്ചറിന് യാതൊരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്പർ ഓഫ് മോൾസ്. രണ്ടാമത്തത് മാസ് ആണ്. ഓക്കെ, മാസും ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ വോളിയം എന്ന് പറയുന്ന ടേം ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ആണ്. വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തെർമൽ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും പഠിക്കാനുണ്ട് തെർമൽ എക്സ്പാൻഷൻ. ആ തെർമൽ എക്സ്പാൻഷൻ കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോളിയത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും. അപ്പോൾ വോളിയം വരുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ ഏതൊക്കെയാണോ ആ കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ വോളിയം വരുന്ന കോൺസെൻട്രേഷൻ ടേംസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് മൊളാലിറ്റി ആണ്. മൊളാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസും മാസ് ഓഫ് സോൾവെന്റും ഇത് രണ്ടും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ മൊളാലിറ്റി അല്ല. രണ്ടാമത്തെ മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ ആണ്, നമ്പർ ഓഫ് മോളുകളുടെ റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്തല്ല, ടെമ്പറേച്ചർ ഡിപെൻഡന്റ് അല്ല. മൂന്നാമത്തത് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ അവിടെ വോളിയം വന്നു. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി മൊളാരിറ്റി ആണ്. ഓപ്ഷൻ ഡി മാസ് ഫ്രാക്ഷൻ ആണ്. മാസ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മാസ്, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മാസ് തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് മാസ് ഫ്രാക്ഷൻ. അപ്പോൾ അതുമല്ല. സോ നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി മൊളാരിറ്റി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 60ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി മൊളാരിറ്റി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 61ാമത്തെ ചോദ്യം. ഓക്കെ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്രൊമാറ്റോഗ്രാഫി എല്ലാം, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത്, അതിന്റെ പ്രിൻസിപ്പളും കാര്യങ്ങളും എക്സാമ്പിൾസും എല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് എ മൊബൈൽ ഫേസ് ഇൻ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി? ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫിയിൽ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് CO2 ആണ്. അതാണ് അതിന്റെ ആദ്യം പഠിക്കാനുള്ളത്. അതിന്റെ പ്രിൻസിപ്പൽ ഭാഗത്തിന് മുമ്പ് തന്നെ അത് പഠിക്കുന്നുണ്ട്. ആ CO2 ആണ് അതിന്റെ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോൾ ക്രൊമാറ്റോഗ്രാഫിയിൽ 2 ഫേസുകളുണ്ട്. അതിൽ മൂവ് ചെയ്യുന്ന ഫേസ് ആണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫിയിൽ ഗ്യാസ് ആണ് അവിടുത്തെ മൊബൈൽ ഫേസ്. ആ ഗ്യാസ് നമ്മൾ CO2 ആണ് അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് 62ാമത്തെ ചോദ്യം. 62ാമത്തെ ചോദ്യം ഇതാണ്. ഡ്യൂറിങ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ബി എലിമിനേറ്റഡ് ഡ്യൂറിങ് പോളിമറൈസേഷൻ? ഇതിൽ ഏതാണ് പോളിമറൈസേഷൻ സമയത്ത് എലിമിനേറ്റ് ചെയ്യുന്നത്? CH4 ആണോ, HCl ആണോ, HCN ആണോ, CO ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഏകദേശം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് പറയാം, കാരണം HCl ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേതിൽ നിന്നും നമ്മളിങ്ങനെ പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരു മോളിക്യൂളിന്റെ, ഒരു മോണോമറിന്റെ ടെയിലിൽ നിന്നും ഒരു Hഉം അടുത്ത മോണോമറിന്റെ ഹെഡിൽ നിന്ന് ഒരു Cl മാറിയിട്ട് HCl ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എലിമിനേഷൻ നടക്കുന്നത്. ആ എലിമിനേഷൻ നടന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള വാലൻസുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ പോളിമറൈസേഷൻ പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനും. അടുത്തത് 63ാമത്തെ ചോദ്യം. അതും
വളരെ ഈസിയാണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് എ സോൾട്ട് എക്സീഡ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള KSP, ഇതാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സോൾട്ട് AB എന്ന് പറയുന്ന സോൾട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ AB എന്ന് പറയുന്ന സോൾട്ട് A+ഉം B-ഉമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ഇക്വിലിബ്രിയം വരുമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ A+ ആൻഡ് B-. ഈ രണ്ട് അയോണുകൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് A+ഉം അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് B- തമ്മിലുള്ള ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ KSP അല്ലെങ്കിൽ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അയോണിക് പ്രോഡക്റ്റ് പക്ഷേ ഇക്വിലിബ്രിയം സമയത്തല്ല, ഏത് സമയത്ത് വേണോ നമുക്ക് അയോണിക് പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് സോലുബിലിറ്റി പ്രോഡക്റ്റിന് അയോണിക് പ്രോഡക്റ്റ് സോലുബിലിറ്റി പ്രോഡക്റ്റിനേക്കാൾ കൂടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്കതിൻ്റെ മീനിങ് നോക്കാം. അയോണിക് പ്രോഡക്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ AB എന്ന് പറയുന്ന സോൾട്ട് A+ഉം B-ഉമായിട്ട് സ്പ്ലിറ്റ് ആയി. A+ഉം B-ഉമായിട്ട് സ്പ്ലിറ്റ് ആയെന്ന് പറഞ്ഞാൽ അവിടെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അയോണിക് പ്രോഡക്റ്റ് കൂടുന്നത്. അതായത് A+ അയോണുകളുടെയും B- അയോണുകളുടെയും കോൺസെൻട്രേഷൻ അവിടെ വളരെ കൂടുതലാണ്. ആ വളരെ കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അയോണിക് പ്രോഡക്റ്റ് കൂടുന്നത്. ഇനി അതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയേ. വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ അവിടെ ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്താണ്, ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. കാരണം അത്രയും സൊല്യൂട്ട് അവിടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. കാരണം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷനാണ് ഇത്. ഓക്കെ, KSP. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ടും ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ള അയോണുകളും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സാച്ചുറേഷൻ പോയിന്റിന്റെ കണ്ടീഷൻ ഇതാണ്. ആ സാച്ചുറേഷൻ പോയിന്റിനേക്കാൾ കൂടുതലാണ് ഇവിടെ അയോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, സാച്ചുറേഷനെയും എക്സീഡ് ചെയ്തു എന്നല്ലേ അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. അതൊരു 3 പോയിന്റ് ആയിട്ട്, ഒരു 3 പ്രത്യേക പോയിന്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, വെൻ KSP ഈക്വൽ ടു അയോണിക് പ്രോഡക്റ്റ് IP, then that solution is saturated. If IP is greater than KSP, then the solution is super saturated, and if IP is less than KSP, then the solution is unsaturated എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അത് അപ്പോൾ ആ സ്പെഷ്യൽ പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചവർക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ KSPയുടെയും IP-യുടെയും ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്കിതിന് വളരെ പെട്ടെന്ന് തന്നെ, 1 മിനിറ്റിൽ താഴെ സമയം എടുക്കുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 64ാമത്തെ ചോദ്യം, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് കെൽവാർ? കെൽവാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്നായിരുന്നു. കെൽവാർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ വളരെ കൂടിയ ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. ഓക്കെ, വളരെ സൂപ്പർ സ്ട്രോങ് ആണ് കെൽവാർ. അത്തരത്തിൽ ധാരാളം പ്രത്യേകതകളുള്ള ഒരു സിന്തറ്റിക് ഫൈബർ ആണ് കെൽവാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെൽവാർ എന്ന് പറയുന്നത് പോളി പാരാഫെനിലീൻ ടെറിഫ്താലിമൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി, പോളി ഫിനൈലീൻ ടെറിഫ്താലിമൈഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് 65ാമത്തെ ചോദ്യം. 65ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ കലോറിഫിക് വാല്യൂ ഉള്ളത് ഏതിനാണെന്നാണ്. കോൾ, പെട്രോൾ, മീഥേൻ, LPG, ഇത്രയുമാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് മീഥേൻ ആണ്. കമ്പാരിറ്റീവ്ലി വളരെ കൂടിയ കലോറിഫിക് വാല്യൂ ഇതിലുള്ളത് മീഥേൻ ആണ്. അതുകൊണ്ട് മീഥേൻ ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, ബയോഗ്യാസിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് മീഥേൻ. അപ്പോൾ ആ മീഥേൻ ആണ് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ, എക്സെപ്ഷണലി ഹൈ ആയിട്ടുള്ള കലോറിഫിക് വാല്യൂ ഉള്ള ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. ഇനി എന്താ ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിലോഗ്രാം ഓഫ് ഫ്യൂവൽ കത്തിക്കുകയാണ്. അപ്പോൾ ഒരു കിലോഗ്രാം കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എത്രയാണ് അതിൽ നിന്ന് പുറത്തു വരുന്ന എനർജി, ആ എനർജിയുടെ അളവിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് മീഥേൻ ആണ്. സോ ഓപ്ഷൻ സി മീഥേൻ നമുക്ക് ഉത്തരമായിട്ട് പറയാം. ഓക്കെ, അല്ലാതെ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് പാർട്ട് 2 നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. 66ാമത്തെ ചോദ്യം അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്.
67ാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്. What is the hybridization in carbon nanotubes? കാർബൺ നാനോട്യൂബ്സിലെ ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, കാർബൺ നാനോട്യൂബ്സിലുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണ്? അപ്പോൾ കാർബൺ നാനോട്യൂബ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കാർബന്റെ അലോട്രോപ്സ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഡയമണ്ട് പറയാറുണ്ട്, ഫുള്ളറീൻ പറയാറുണ്ട് അല്ലെങ്കിൽ ബക്കി ബോൾസ്, അതുപോലെ ഗ്രാഫൈറ്റ് പറയാറുണ്ട്, ഗ്രഫീൻ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ ഗ്രാഫൈറ്റും ഗ്രഫീനും ഏകദേശം സിമിലർ ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ 3D ആണ്. അതായത് ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഇത്തരത്തിൽ പരസ്പരം ഹെക്സഗണൽ ഷേപ്പിൽ കാർബൺ ആറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേപോലെ ഹെക്സഗൺ പോലെ കാർബൺ ആറ്റംസിന്റെ ഒരു വലിയൊരു ഷീറ്റ്, വലിയൊരു പായ പോലെ ഒരു ഷീറ്റ്. ഓക്കെ, ഇതാണ് ഗ്രഫീൻ. ഈ ഗ്രഫീൻ ഇതുപോലെ പല 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 ലെയറുകളായിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർഡ് ആണ്, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയർഡ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പൊ ഗ്രഫീനിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റംസ് ഇത്തരത്തിൽ പരസ്പരം ഒരു ഹെക്സഗന്റെ വെർട്ടെക്സിൽ ഇരിക്കുന്ന പോലെയാ കാർബൺ ആറ്റംസ് ഉള്ളത് അല്ലേ. യെസ്, അപ്പോ അവിടെ ഒരു കാർബൺ ആറ്റം പരസ്പരം എത്ര സിഗ്മ ബോൺസ് ഉണ്ടാക്കുന്നുണ്ട്? ഇതേപോലെ ഒരു ഹണി കോംബ് പോലെ നമ്മളിങ്ങനെ ഹെക്സഗൺസ് ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ഒരു കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ കാർബൺ ആറ്റം ചുറ്റുമുള്ള 3 കാർബൺ ആറ്റവുമായിട്ട് 3 സിഗ്മ ബോൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കാർബൺ ആറ്റംസ് 3 സിഗ്മ ബോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പൊ ഇനി അതിൽ അവശേഷിക്കുന്ന ഒരു ഓർബിറ്റൽ അത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലാണ്. ഓക്കെ, അപ്പൊ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലും ഇതിലുണ്ട്. ഇത്രയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ 3 സിഗ്മ ബോൺസ് ആണുള്ളത്. ഇനി ഇതിന്റെ ഷേപ്പ് ഒന്ന് നോക്കിയാലോ. ഇതിന്റെ ഷേപ്പ് നോക്കുമ്പോൾ ഒരു കാർബൺ ആറ്റം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് മറ്റ് 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് 3 ഡയമെൻഷനല്ല, ഇറ്റ്സ് എ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം, SP ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ച സമയത്ത് എന്താ നമ്മൾ പറഞ്ഞത്? കാർബൺ ആറ്റം എന്താണ്, അല്ലെങ്കിൽ ഏത് SP ഹൈബ്രിഡൈസേഷനിലാണ് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. ഇനി sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലോ അതിന്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനർ ആയിരിക്കും. അതേ ജോമെട്രി അല്ലേ ഇവിടെയും. ഒരു കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ 3 വെർട്ടെക്സുകളെ ചേർത്ത് വരച്ചാൽ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. സോ ദ ഷേപ്പ് ഈസ് ട്രയഗണൽ പ്ലാനർ. അപ്പോൾ ഗ്രാഫൈറ്റിലും ഗ്രാഫീനിലും നമുക്ക് കാർബൺ ആറ്റം ഉള്ളത് sp2 ഹൈബ്രിഡൈസേഷനിലാണ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് അബൌട്ട് കാർബൺ നാനോ ട്യൂബ്സ്. അപ്പൊ നമുക്കിനി കാർബൺ നാനോ ട്യൂബ്സിലേക്ക് വരാം. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിന്റെ പ്രത്യേകത, ഈ ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അത് ഒരു പായ പോലെ ഒരു സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണ്. ആ ഗ്രഫീനെ നമ്മളൊന്ന് റോളപ്പ് ചെയ്യുകയാണെങ്കിൽ ആ റോളപ്പ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ നാനോ ട്യൂബ്സ്. അപ്പോൾ റോളപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. അതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, അപ്പോൾ ഈ ബാക്കി വരുന്ന ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ടല്ലോ, ആ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ ക്യാൻ ഡീലോക്കലൈസ്. സോ ഇത്തരത്തിൽ എല്ലാ കാർബൺ ആറ്റത്തിലും അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് ഉണ്ട്. അതിലെല്ലാത്തിലും ഡീലോക്കലൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇത് കാരണമാണ് ഗ്രാഫൈറ്റിലും ഗ്രാഫീനിലും എല്ലാം ഇത്തരത്തിലുള്ള ഒരു കണ്ടക്ടിവിറ്റി, അതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ആ കണ്ടക്ടിവിറ്റിക്കും അതിന്റെ സ്റ്റെബിലിറ്റിക്കും സ്ട്രെങ്തിനും ഒക്കെ കാരണം ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ ദ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഇൻ കാർബൺ നാനോ ട്യൂബ്സ് എന്നാണ്. അപ്പൊ കാർബൺ നാനോ ട്യൂബ്സിലെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? ഇറ്റ്സ് sp2 ഹൈബ്രിഡൈസേഷൻ. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് ടോപ്പ് ഡൗൺ മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് നാനോ മെറ്റീരിയൽസ്? നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പ് ഡൗൺ മെത്തേഡ് ഏതെന്നാണ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഗ്രൈൻഡ് ചെയ്യുന്ന മെത്തേഡ് പറയാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ മെത്തേഡ്, മറ്റൊന്ന് ബോട്ടം അപ്പ് മെത്തേഡ്.
അപ്പൊ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പാർട്ടിക്കിളിനെ ഗ്രൈൻഡ് ചെയ്ത്, അതായത് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ നാനോ മെറ്റീരിയൽസിന്റെ, നാനോ പാർട്ടിക്കിൾസിന്റെ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ മെക്കാനിക്കലി ഗ്രൈൻഡ് ചെയ്ത് വലിയ മെറ്റീരിയൽസിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഇപ്പോൾ ബ്രിട്ടിലായിട്ടുള്ള വലിയ മെറ്റീരിയൽസിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുന്ന മെറ്റീരിയൽ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡൗൺ മെത്തേഡ്. ഓക്കെ, ഇനി ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ഡയമെൻഷനുള്ള പാർട്ടിക്കിൾസിനെ ഈ അഗ്രിഗേറ്റ് ചെയ്തിട്ട് നാനോ മെറ്റീരിയൽസിന്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ് ബോട്ടം അപ്പ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സോൾജൽ, അതുപോലെ ബോൾ മില്ലിംഗ്, സോൾവോ തെർമൽ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുക, മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ നമുക്ക് ഇതിൽ തന്നിട്ടുള്ളൂ. ഇറ്റ്സ് ബോൾ മില്ലിംഗ്. ഓക്കെ, അപ്പോൾ ബോൾ മില്ലിംഗ് ആണ് നമ്മുടെ ഉത്തരം. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ബോൾ മില്ലിംഗ്. ബാക്കി എല്ലാ മെത്തേഡും സോൾജൽ, സോൾവോ തെർമൽ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഈ മെത്തേഡ്സ് എല്ലാം ബോട്ടം അപ്പ് മെത്തേഡ് ആണ്. ഓക്കെ, ഇത്തരത്തിലാണ് നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമുള്ള ക്വസ്റ്റ്യൻ അല്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 69ാമത്തെ ചോദ്യം. 69ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് സിമന്റ്? സിമന്റിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്ന് നമുക്ക് പറയാം, കാൽഷ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട്, അലുമിനിയം ഓക്സൈഡ് തന്നിട്ടുണ്ട്, ക്വിക്ക് ലൈം അല്ലെങ്കിൽ CaO, ഇതാണ് നമ്മുടെ ലീറ്റ് കക്ക എന്ന് പറയുന്ന സാധനം, എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം സിമന്റിലെ ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, അലുമിനിയം ആയിക്കോട്ടെ, സിലിക്ക ആയിക്കോട്ടെ, എല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്. എന്നാലും പ്രധാനമായിട്ട് നമ്മൾ സിമന്റ് പറയുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് CaO, കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ സിമന്റ് ഉണ്ടാക്കുന്ന വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസ് ചെയ്തിട്ട് അതിന്റെ ബേസ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്വിക്ക് ലൈം അല്ലെങ്കിൽ CaO ഉണ്ടാക്കുന്ന മെത്തേഡാണ് സിമന്റ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓപ്ഷൻ ഡി ഈസ് ദ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽഷ്യം ഓക്സൈഡ്, അതുപോലെ അലുമിനിയം ഓക്സൈഡ്, അയണിന്റെ ഓക്സൈഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സ്ചർ കിട്ടും, സിമെന്റിന്റെ ഒരു മിക്സ്ചർ കിട്ടും. ഈ ഒരു മിക്സ്ചറാണ് അതിന്റെ ഒരു ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസ് മെറ്റീരിയൽ നമ്മൾ ഈ ഓപ്ഷനിൽ കണ്ട എല്ലാം ഉണ്ടല്ലേ? യെസ്, അതുകൊണ്ട് ആ ബേസ് മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേര് സിമെന്റ് ക്ലിങ്കർ എന്നാണ്. സിമെന്റ് ക്ലിങ്കർ എന്ന് വിളിക്കും. ഈ സിമെന്റ് ക്ലിങ്കറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ സെറ്റിംഗ് ടൈമിനെ ഒന്ന് നോർമലൈസ് ചെയ്ത് ഒരു സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ജിപ്സം. ജിപ്സം വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. എന്നാലും ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് CaO. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 70ാമത്തെ ചോദ്യം. 70ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്ലൂ ഷിഫ്റ്റ് ഇൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി റെഫേഴ്സ് ടു. എന്താണ് ബ്ലൂ ഷിഫ്റ്റ്? എന്താണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലെ ബ്ലൂ ഷിഫ്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറിന്റെ പ്രത്യേകത ഒന്ന് നോക്കാം. ബ്ലൂ കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ഹയർ ഫ്രീക്വൻസി, നല്ല കൂടിയ ഫ്രീക്വൻസി ഉള്ള, കൂടിയ എനർജി ഉള്ള കളറാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലൊരു റെസിപ്രോക്കൽ റിലേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത്. അപ്പോൾ അതാണ് ബ്ലൂ കളറിന്റെ പ്രത്യേകത. ഇപ്പൊ എന്താ ഈ ബ്ലൂ ഷിഫ്റ്റ്, റെഡ് ഷിഫ്റ്റ്, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എക്സ്ട്രാ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഒരു ബേസ് കോമ്പൗണ്ട് ഉണ്ടാവും. ഈ ബേസ് കോമ്പൗണ്ടിലേക്ക് മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പ് ആഡ് ആവുന്ന സമയത്ത് ഈ ബേസ് കോമ്പൗണ്ടിൽ കാണിക്കുന്ന അതിനേക്കാൾ ആ ഒരു പീക്ക്, അതിന്റെ ഒരു അബ്സോർപ്ഷൻ പീക്ക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ മാക്സിമ എന്നൊക്കെ പറയും. ആ ഒരു മാക്സിമ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇത്തരത്തിലുള്ള ഷിഫ്റ്റുകൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ വളരെ സാധാരണമാണ്. സോ ഈ ഷിഫ്റ്റിന്റെ എക്സ്റ്റെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്നെല്ലാം തിരിച്ചറിയുന്നത്.
ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അതാണ്. ഈ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 ഷിഫ്റ്റുകൾ പഠിക്കാനുണ്ട്. ഒന്ന് റെഡ് ഷിഫ്റ്റും മറ്റൊന്ന് ബ്ലൂ ഷിഫ്റ്റും. അപ്പോൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ് നമുക്കറിയാം ഹയർ വേവ് ലെങ്ത് ഉള്ള ലോവർ ഫ്രീക്വൻസി ഉള്ള ഒരു നിറമാണ്. അപ്പോൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹയർ വേവ് ലെങ്തിലോട്ട് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും റെഡ് ഷിഫ്റ്റ്. അപ്പോൾ ബ്ലൂ ഷിഫ്റ്റ് എന്തായിരിക്കും? ഷോർട്ടർ വേവ് ലെങ്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഷിഫ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് പറയുമ്പോഴത്തേക്ക് ഹയർ ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നോക്കൂ, ഇത് രണ്ടും സെയിം ആൻസർ അല്ലേ? ഷിഫ്റ്റ് ടു ഹയർ വേവ് ലെങ്ത്തും ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ ഡിയും ഒരുപോലെയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഓപ്ഷൻസിൽ ഇത്തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ 70ാമത്തെ ക്വസ്റ്റ്യൻ അത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. എന്നാലും നമുക്ക് ബ്ലൂ ഷിഫ്റ്റും റെഡ് ഷിഫ്റ്റും എന്താണ് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് അതിനെ നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക് വിധേയമാക്കിയ സമയത്ത് നമുക്കൊരു 350 നാനോമീറ്ററിലാണ് പീക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ അതിനൊരു 300 നാനോമീറ്ററിലേക്ക് അതിലേക്ക് മറ്റൊരു ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ അബ്സോർപ്ഷൻ മാക്സിമം ഒരു 300 നാനോമീറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഹയർ വേവ് ലെങ്തിൽ നിന്നും ലോവർ വേവ് ലെങ്തിലേക്ക് അത് ഷിഫ്റ്റ് ആയി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആ ക്വസ്റ്റ്യൻ പക്ഷേ ഡിലീറ്റ് ചെയ്തു. ഇനി 71ാമത്തെ ചോദ്യം. 71ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി? NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് TMS എന്ന് പറയുമ്പോൾ ടെട്രാമീഥൈൽ സിലൈൻ ആണ് TMS എന്ന് പറയുന്നത്. ഓക്കെ, അത് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ്. വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന NMR സ്പെക്ട്രോസ്കോപ്പിയിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു TMS സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ TMS സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് റഫറൻസ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ TMSന്റെ പ്രത്യേകത, ടെട്രാമീഥൈൽ സിലൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു ഫിക്സഡ് സിഗ്നൽ ആണ് കിട്ടുന്നത്. ഓക്കെ, ഫിക്സഡ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷാർപ്പ് പീക്ക് എന്നൊക്കെ പറയും. സിംഗിൾ ഷാർപ്പ് പീക്ക്, അതായത് ഇവിടെ ഒരു 0 ppm ഈ TMS നമ്മൾ ഉപയോഗിക്കും. നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ 0 ppm എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു ഷാർപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നൽ കിട്ടുന്നത്. ആൻഡ് ആ ഒരു വാല്യൂ ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് CdCl3. എന്തായാലും ബെൻസീനും CHCl3യും എന്തായാലും വരില്ല കേട്ടോ. ക്ലോറോഫോം ആണ് CHCl3, അതുപോലെ ബെൻസീൻ, ഇത് രണ്ടും എന്തായാലും വരില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിയുള്ള കോമ്പൗണ്ട്സ് നോക്കാം. അപ്പൊ ഇവിടെ CdCl3 നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, CL3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡ്യൂറ്റീരിയേറ്റഡ് ക്ലോറോഫോം. അതായത് ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാലാമത്തെ കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ഇറ്റ്സ് CHCl3. അപ്പോൾ അതാണ് ക്ലോറോഫോം. ഓക്കെ, അപ്പോൾ പിന്നെ CHI3 വന്നാൽ ഐഡോഫോം അങ്ങനെയൊക്കെ പറയും. അതും നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു, ഈ ഒരു ലീഗൽ മെട്രോളജിയുടെ സിലബസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹൈഡ്രജന് പകരം ഹൈഡ്രജന്റെ മറ്റൊരു ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂറ്റീരിയം വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CdCl3. ഓക്കെ, ഡ്യൂറ്റീരിയേറ്റഡ് ക്ലോറോഫോം എന്ന് പറയും. ഓക്കെ, ആ ഡ്യൂറ്റീരിയേറ്റഡ് ക്ലോറോഫോം സാധാരണയായിട്ട് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരു സോൾവെന്റ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരു സോൾവെന്റ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത് എങ്കിൽ പോലും ചില കേസുകളിൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഡ്യൂറ്റീരിയേറ്റഡ് ക്ലോറോഫോം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്യൂറ്റീരിയം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ്. അപ്പോൾ എത്ര പ്യുവർ ആയിട്ടുള്ള CdCl3 നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും അതിൽ വളരെ ചെറിയ എമൗണ്ട് ഓഫ് CHCl3 ഉണ്ടാവും. ഓക്കെ, വളരെ ചെറിയ എമൗണ്ട് ഓഫ് ക്ലോറോഫോം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ CL3 സ്മോൾ എമൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 7.26 ppm നമുക്ക് എന്ത് കിട്ടും? ഒരു റെസിഡ്യുവൽ പീക്ക് കിട്ടും. അതായത് ഇതിൽ അവശേഷിക്കുന്ന റെസിഡ്യൂ കാരണം ഒരു പീക്ക് എവിടെ കിട്ടും? ഒരു 7.26 ഒരു എക്സ്ട്രാ പീക്ക് കിട്ടും. പക്ഷേ TMS ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നമില്ല. അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ ഷാർപ്പ് പീക്കാണ്. പക്ഷേ CdCl3 ഉപയോഗിക്കുമ്പോൾ
അവിടെ ഒരു റെസിഡ്യൂവൽ പീക്ക് കിട്ടും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ട്രേസ് എമൗണ്ട് ഓഫ് CH-Cl3 അലോങ് വിത്ത് CdCl3. അത് നമുക്ക് ഈ രണ്ടും ഹൈഡ്രജൻ തന്നെ ആയതുകൊണ്ട്, ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പ് ആണെങ്കിൽ പോലും അത് ഹൈഡ്രജൻ തന്നെയാണ്. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെപ്പറേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഹയസ്റ്റ് അല്ലെങ്കിൽ 100% CdCl3 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതിൽ ചെറിയ എമൗണ്ട് ഓഫ് CH-Cl3 ഉണ്ടാവും. അപ്പോൾ ഈ CH-Cl3 കാരണം എന്തുണ്ടാവും? അതിലൊരു റെസിഡ്യൂവൽ പീക്ക് ഉണ്ടാവും. അപ്പോൾ ഈ റെസിഡ്യൂവൽ പീക്ക് കാരണം ഇത് ഇത്തരത്തിലുള്ള ഈ CdCl3 ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ പോലും അതെന്താണ്, അത് ചില കാലിബ്രേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു സിംഗിൾ ഷാർപ്പ് പീക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു യൂസ് TMS. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവിടെ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ TMS സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, CdCl3 സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു പ്രശ്നമുണ്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 71ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ കീ അനുസരിച്ച് 1 and 2 ആണ്. 1ഉം 2ഉം, അതായത് TMSഉം CdCl3യും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് 71ാമത്തെ ചോദ്യത്തിന്റെ നമുക്ക് 71ാമത്തെ ചോദ്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 72ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 72ാമത്തെ ചോദ്യം അത് ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. വാട്ട് ഷുഡ് ബി ദ ppm ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ പോർട്ടബിൾ വാട്ടർ? ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ അതെന്താണെന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്ടറിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് കുറച്ച് ഓക്സിജൻ, ഡിസോൾവ്ഡ് ആയിട്ട് ഓക്സിജൻ വേണം. ഓക്കെ, കാരണം ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഒരു വാട്ടർ ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് ഒരുപാട് അങ്ങ് കുറഞ്ഞു പോയാൽ ആ വാട്ടർ സ്റ്റാഗ്നന്റ് വാട്ടറോ അല്ലെങ്കിൽ ധാരാളം ഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറോ ആണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. വെള്ളത്തിനകത്ത് തീർച്ചയായിട്ടും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ ഡീകമ്പോസ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ കരയിലാണെങ്കിൽ അവിടെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ യൂസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഇത് വെള്ളത്തിലാണ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിലാവുന്ന സമയത്ത് എവിടെ നിന്ന് ഓക്സിജൻ എടുക്കേണ്ടി വരും? വെള്ളത്തിൽ നിന്ന് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എടുക്കേണ്ടി വരും. ആ ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. അങ്ങനെ ഡിസോൾവ്ഡ് ഓക്സിജൻ എടുക്കുന്ന സമയത്ത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയും. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതൊന്നെങ്കിൽ അത് സ്റ്റാഗ്നന്റ് വാട്ടർ, അത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്. അത് നമുക്ക് കുടിക്കാനായിട്ടും ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് ppmലാണ് പറയുന്നത്. ഐഡിയൽ അളവെന്ന് പറയുന്നത്, നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അളവെന്ന് പറയുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള അളവെന്ന് പറയുന്നത് ഇറ്റ്സ് 7 ppm. എന്നാൽ കറക്റ്റ് ആയിട്ട് ഈ 7 ppmലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്കൊരു 6 to 8 ppm വരെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇത്രയും 6 to 8 ppm വരെ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ppm ആയി കഴിഞ്ഞാൽ, അപ്പോൾ 5 ppmനെയാണ് അക്സെപ്റ്റബിൾ മിനിമം എന്ന് നമ്മൾ പറയുന്നത്. 5 ppmനേക്കാൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞിരുന്നാൽ ആ വാട്ടർ കൺസ്യൂം ചെയ്യുന്നത് അത്ര നല്ലതല്ല. അത് കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാനായി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചോദ്യത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ 6 to 8 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ലാത്തത് കാരണം ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റിമൂവ് ചെയ്യാണ് ചെയ്തത് ആ ഒരു എക്സാമിന്. ഓക്കെ, എന്നാലും നമുക്കിപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നമുക്കിപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത 73ാമത്തെ ചോദ്യം. 73ാമത്തെ ചോദ്യം ഇതാണ്. ഇറ്റായി ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ എക്സ്പോഷർ ഓഫ് വിച്ച് മെറ്റൽ? ഏത് മെറ്റലിന്റെ എക്സ്പോഷർ കാരണമാണ് ഇറ്റായി ഡിസീസ് ഉണ്ടായത്? അപ്പോൾ അതിന്റെ ഓപ്ഷൻ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, കാഡ്മിയം. കാഡ്മിയം ആണ് അതിന്റെ ഉത്തരമെന്ന് പറയുന്നത്. മിനമാത്ത ഡിസീസിന് കാരണമായിട്ടുള്ളത് മെർക്കുറിയാണ്. ഓക്കെ, ഇറ്റായി ഡിസീസിന് കാരണമായിട്ടുള്ളത് കാഡ്മിയം പോയ്സണിങ് ആണ്. ഓക്കെ, അപ്പോൾ
കാഡ്മിയം ഈസ് ദ ആൻസർ. ഇനി അടുത്ത ചോദ്യം, 74ാമത്തെ ചോദ്യം ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താണെന്ന് നോക്കാം. ഓക്കെ, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൊപ്പല്ലന്റ് ഇൻ റോക്കറ്റ്സ്? റോക്കറ്റ്സിൽ പ്രൊപ്പല്ലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആണ്? ഓക്കെ, അപ്പൊ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ അമോണിയ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ടും റോക്കറ്റ് പ്രൊപ്പല്ലൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഫൈഡ് ഹൈഡ്രജൻ ആണ്. അതായത് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റോക്കറ്റ്സിലെല്ലാം പ്രൊപ്പല്ലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജനെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഇനി ഇപ്പോ നമ്മൾ പുതിയ ന്യൂസ് ഒക്കെ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം, എപ്പോഴും സയൻസ് ഇങ്ങനെ ഇവോൾവിംഗ് ആണല്ലോ, അപ്പൊ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ്സ്, നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ്സ്, അതിന്റെ ലോഞ്ച് അങ്ങനെയുള്ള സമയത്ത് മീഥെയിനും പ്രൊപ്പല്ലന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സമയത്തും ഇത്തരത്തിലുള്ള ഗേഷ്യസ് പ്രൊപ്പല്ലൻസ് അല്ലെങ്കിൽ പ്രൊപ്പല്ലൻസ് റോക്കറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യൂല, ഇത് അറ്റ്മോസ്ഫിയറിന്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ബേൺ ചെയ്യാത്തൊരു അവസ്ഥ വരും. കാരണം ബേൺ ചെയ്യണമെങ്കിൽ, ബേണിംഗ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിന്റെ ഹയർ ലെവലിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. ഓക്കെ, ഓക്സിജൻ ഇല്ലാത്തത് കാരണം നമ്മൾ അതിനെ ഒരു ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്, പക്ഷെ അത് ഒരു പ്രൊപ്പല്ലന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓക്സിജൻ സ്വയം കത്താറില്ല. ഏതെങ്കിലും ഒരു ഫ്യൂവൽ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുമെന്നേ ഉള്ളൂ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, അല്ലാതെ അത് സ്വയം കത്തുന്ന ഒരു വാതകമല്ല. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഇതിൽ നമുക്ക് കുറച്ചെങ്കിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസർ ഓക്സിജൻ ആയിരുന്നു. പക്ഷേ ഓക്സിജൻ ഒരു പ്രൊപ്പല്ലന്റ് അല്ല, അത് തെറ്റാണ്. ഓക്സിജൻ ഇങ്ങനെ പ്രൊപ്പല്ലന്റ് മിക്സ്ചേഴ്സിലെല്ലാം ഉപയോഗിക്കാറുണ്ട്. കാരണം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബേണിംഗ് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഹൈഡ്രജൻ, അതുപോലെ മീഥെയിൻ, CH4 തുടങ്ങിയ മീഥെയിൻ ആണ് നമ്മൾ ബയോഗ്യാസിലൊക്കെ ഉള്ള മീഥെയിൻ ഇല്ല, അതേ മീഥെയിൻ തന്നെ, ഇതെല്ലാം റോക്കറ്റ് പ്രൊപ്പല്ലൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ഓപ്ഷൻ ആയിട്ട് നമ്മുടെ കീയിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വിച്ച് എക്സ്റ്റിങ്വിഷ് ഫയർ, അത് തീ അണയ്ക്കുന്ന ഒരു വാതകമാണ്. ഓക്കെ, അതിന് കലോറിഫിക് വാല്യൂ എല്ലാം വളരെ കുറവാണ്. അതിന് റോക്കറ്റിന്റെ ഒരു പ്രൊപ്പൾഷന് കാരണമായിട്ടുള്ള ത്രസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റുന്ന ഒരു ഗ്യാസ് അല്ല കാർബൺ ഡൈ ഓക്സൈഡ്. ബട്ട് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്? 75ാമത്തെ ചോദ്യം, ഇതിലൊരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് അല്ലാത്ത ഒരു വാതകം ഇതിൽ ഏതാണെന്നാണ്. അതിനുള്ള ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാരണം അമോണിയ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ അത്യാവശ്യം മൊളിക്കുലാർ മാസൊക്കെ ഉള്ള വാതകങ്ങളാണ്. ഇതിനെ എക്സ്ട്രീം കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലുള്ള ഗ്യാസുകൾ എക്സ്ട്രീം കണ്ടീഷൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ കാർബൺ മോണോക്സൈഡ് അങ്ങനെ ഒരു വാതകമല്ല. അതുകൊണ്ട് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് അല്ലാത്തത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ് ഈസ് ദ ആൻസർ. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 76ാമത്തെ ചോദ്യം, സെലക്ട് ദ UV visible region where ozone undergoes decomposition forming O2 and O. ഓസോൺ എന്ത് ചെയ്യുന്നു? ഓസോൺ ഡീകമ്പോസിഷന് വിധേയമാകും. എങ്ങനെയാണ്? അത് ഓക്സിജനും ഒരു നേസന്റ് ഓക്സിജനുമായിട്ട് ഓസോൺ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓസോണിന്റെ ഡീകമ്പോസിഷൻ, O3യുടെ ഡീകമ്പോസിഷൻ നടക്കുന്നത് അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ സഹായത്തോടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു UV വിസിബിൾ റീജിയനിലാണ് ഈ ഓസോണിന്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഓസോണിന്റെ ഡീകമ്പോസിഷൻ, അതിന് നമ്മൾ ഫോട്ടോ ഡിസോസിയേഷൻ എന്നാണ് പറയുക. അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ ഒരു ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഫോട്ടോ ഡിസോസിയേഷൻ എന്നാണ്. അപ്പോൾ ഈ ഓസോൺ കാരണം, അല്ലെങ്കിൽ ഈ ഓസോണിന്റെ ഡിസോസിയേഷന് കാരണമാകുന്നത് UV വിസിബിൾ റീജിയനിലുള്ള ഒരു വേവ് ലെങ്ത് ആണ്. കാരണം ഈ ഡിസോസിയേഷൻ എന്തായാലും ഈ ഒരു പ്രോസസ്സിന് ഒരു എനർജി വേണമല്ലോ. അപ്പോൾ ആ എനർജിക്ക് കാരണമാകുന്നത് UV വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് ആണ്, UV റീജിയനിലുള്ള ലൈറ്റ് ആണ്, അൾട്രാ വയലറ്റ് റീജിയനിലുള്ള ലൈറ്റ് ആണ്. അപ്പോൾ അതിൽ ഏതാണ്, ഈ ഓപ്ഷനിൽ ഏതാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം.
ഓക്കെ, പക്ഷേ ഈ 76ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ആൻസർ കീയിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഓസോൺ അല്ലെങ്കിൽ ഈ ഓസോണിന്റെ ഫോട്ടോ ഡിസോസിയേഷൻ ഏറ്റവും മാക്സിമം ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് ഹാർട്ട്ലി ബാൻഡ് എന്ന് പറയുന്ന ഒരു ബാൻഡിലാണ്. ഹാർട്ട്ലി ബാൻഡ് എന്ന് പറയുന്ന ഒരു ബാൻഡാണ്. അപ്പൊ ഹാർട്ട്ലി ബാൻഡ് വരുന്നത് 200 മുതൽ 310 നാനോമീറ്റർ NM റീജിയനിലാണ് വരുന്നത്. 200 മുതൽ 310 നാനോമീറ്റർ വരെ റീജിയനിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹഗേഴ്സ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബാൻഡിലും ഒരു വീക്ക് ആയിട്ടുള്ള ഡിസോസിയേഷൻ നടക്കും. അപ്പോൾ ആ ബാൻഡ് എന്ന് പറയുന്നത് 310 മുതൽ 350 നാനോമീറ്റർ വരെയാണ് ആ ഒരു ബാൻഡ്, ഹഗേഴ്സ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബാൻഡിൽ ഹാർട്ട്ലി ബാൻഡിലും ഹഗേഴ്സ് ബാൻഡിലുമാണ്. ഹാർട്ട്ലി ബാൻഡിൽ വളരെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹാർട്ട്ലി ബാൻഡിലാണ്. ഇനി വളരെ വളരെ വീക്ക് ആയിട്ടുള്ള ഡിസോസിയേഷൻ എവിടെ നടക്കും? ഹഗേഴ്സ് ബാൻഡിൽ നടക്കും. 310 to 350 നാനോമീറ്ററിൽ നടക്കും. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന യാതൊരു ഓപ്ഷൻസും നമുക്ക് എന്തില്ല, നമുക്ക് തന്നിട്ടില്ല. ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഓപ്ഷൻസും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് 77ാമത്തെ ചോദ്യം. 77ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ത്രൂ വിച്ച് കാർബൺ നാനോ ട്യൂബ്സ് എക്സിസ്റ്റ്? കാർബൺ നാനോ ട്യൂബ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷനായിട്ട് ആംചെയർ, ലീനിയർ, സിഗ്സാഗ്, സ്പെറിക്കൽ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സ് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാർബൺ നാനോ ട്യൂബ് ടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. ഓക്കെ, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് SWCNT എന്ന് പറയും. അതുപോലെ MWCNT ഉണ്ട്. മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. ഇനി DWCNT ഉണ്ട്. ഡബിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. മറ്റൊന്ന് കൈറാൽ. ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കൈറാൽ ഫോമിൽ തന്നെ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൈറാൽ ഫോംസിൽ പ്രധാനമായിട്ടുള്ളത് ആംചെയർ. ഓക്കെ, ആംചെയർ ഉണ്ട്. അതുപോലെ സിഗ്സാഗ് ഉണ്ട്. ആംചെയർ ഉണ്ട്, സിഗ്സാഗ് ഉണ്ട്, അതുപോലെ കൈറാൽ ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഫോംസ്. അപ്പൊ SWCNT, MWCNT, DWCNT, ആംചെയർ, സിഗ്സാഗ്, കൈറാൽ ഇത്രയാണുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് പോയാലോ? ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയുണ്ട്? ആംചെയർ ഉണ്ട്, സിഗ്സാഗ് ഉണ്ട്. സോ 1 and 3 വരുന്ന ഓപ്ഷൻ B ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B is the answer. ഓക്കെ, 1 and 3 is the answer. ഓപ്ഷൻ B is the answer. അപ്പൊ അത്രയുമാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻഡോസൾഫാൻ അപ്ലൈഡ് ഇൻ കാഷ്യൂ പ്ലാന്റേഷൻസ് ബിലോങ് ടു വിച്ച് കാറ്റഗറി ഓഫ് പെസ്റ്റിസൈഡ്സ്? നമ്മൾ എൻഡോസൾഫാൻ വളരെ ഇപ്പോഴത്തെ ന്യൂസിലെല്ലാം വളരെയധികം ഒരു ഇത് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പെസ്റ്റിസൈഡ് ആണ്. അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് പെസ്റ്റിസൈഡിലാണ് അത് പ്രധാനമായിട്ട് വരുന്നത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനോ ക്ലോറിൻ പെസ്റ്റിസൈഡ് ആണ്. ഓക്കെ, എൻഡോസൾഫാൻ ഒരു ഓർഗാനോ ക്ലോറിൻ ഇൻസെക്ടിസൈഡ് ആണ്. അപ്പോൾ ഓർഗാനോ ക്ലോറിൻ ഇൻസെക്ടിസൈഡ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് അതിന്റെ സ്ട്രക്ചറിൽ, അതിന്റെ കെമിക്കൽ സ്ട്രക്ചറിൽ ക്ലോറിൻ ഉണ്ട്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഇത്. രണ്ടാമത്തത് ഇൻസെക്റ്റുകളുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഈ ഒരു എൻഡോസൾഫാൻ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെസ്റ്റിസൈഡ് അല്ല, ഇൻസെക്ടിസൈഡ്. ഇൻസെക്റ്റുകളുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം കെമിക്കലാണ് ഈ ഒരു എൻഡോസൾഫാനിൽ ഉള്ളത്. അപ്പോൾ ഓർഗാനോ ക്ലോറിൻ ഈസ് ദ ആൻസർ. ഓക്കെ, ഓർഗാനോ ക്ലോറിൻ ഈസ് ദ ആൻസർ. അടുത്ത ചോദ്യം 79ാമത്തെ ചോദ്യം. നൈ ദ പേഴ്സൺ ഹു ഡെവലപ്ഡ് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്, കാരണം ഓപ്ഷൻസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവസാനത്തെ ചോദ്യം. ചൂസ് ദ സെലക്ഷൻ റൂൾ ഫോർ അൺഹാർമോണിക് ഓക്സിലേറ്റർ ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിയിലെ അൺഹാർമോണിക് ഓക്സിലേറ്ററിന് ഇതിൽ സാധ്യമായ സെലക്ഷൻ റൂൾ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓസിലേറ്റേഴ്സ് ഇത്തരത്തിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ.
അപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡിയൽ കണ്ടീഷൻ. ഓക്കെ, എല്ലാം ഹാർമോണിക് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ഓക്കെ, അവിടെ ഡെൽറ്റ ന്യൂ, അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ ഷുഡ് ബി ഈക്വൽ ടു +or-1. ഇതാണ് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. IR സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു +or-1 ആണ് ആ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കണ്ടീഷൻ, ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അവിടെ ന്യൂ എന്ന് പറയുന്നത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. ന്യൂ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? അൺഹാർമോണിക് ഓസിലേറ്റർ ആണ്. അൺഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രത്യേകത അവിടെ ഡെൽറ്റ ന്യൂ ക്യാൻ ബി +or-1, +or-2, +or-3, ഇങ്ങനെ എക്സെട്ര, ഇങ്ങനെ ഏത് വാല്യൂസ് വേണോ ആവാം. 1ഓ 2ഓ 3ഓ അങ്ങനെ ഏത് വാല്യൂസ് വേണോ ആവാം. അതിൽ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എന്നാണ്. ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു 3 ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡ് ഓവർടോൺ എന്നാണ്. സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ ന്യൂ +or-1, +or-2, +or-3, അങ്ങനെ ഡെൽറ്റ ന്യൂ ഇങ്ങനെ മാറി മാറി വരാം. അപ്പം നാലാമത്തത് മാത്രമേ ഉള്ളൂ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ. നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ്. സോ നാലാമത്തെ ഓപ്ഷൻ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഡി എന്ന് കിട്ടും, നാലാമത്തെ ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരും എന്നുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും അത് പ്രശ്നമില്ല, അതൊരു നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആയിരിക്കും ഇനി വരുന്ന എക്സാമിനും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.